ഹായ് ഫ്രണ്ട്സ്, ഇന്ന് ചെയ്യാൻ പോകുന്നത് ഈ ഒരു നെക്ക് ഡിസൈനാണ്. ഇതിൽ മെയിനായിട്ട് യൂസ് ചെയ്തിരിക്കുന്നത് ബുളിയൻ റോസ് ഫ്ലവേഴ്സ് ആണ്. ഈ ഒരു ഡിസൈൻ നമുക്ക് ചുരിദാറിൻ്റെ ഓൾ ഓവർ ഡിസൈനായിട്ട് ചെയ്യാൻ പറ്റുന്ന ഒരു ഡിസൈനാണ്. അതുപോലെ തന്നെ ഇത് സ്ലീവ്സിലും ചെയ്യാൻ പറ്റും. ഇവിടെ ഇപ്പോൾ ഞാൻ നെക്കിന് ചുറ്റുമാണ് ഈ ഒരു ഡിസൈൻ ചെയ്തിരിക്കുന്നത്. വളരെ സിമ്പിളായിട്ടാണ് ഇത് ചെയ്തിരിക്കുന്നത്. ഈ ഒരു ഡിസൈനിൽ തന്നെ നമുക്ക് ഈ ഫ്ലവേഴ്സൊക്കെ കുറച്ചും കൂടി സ്പേസ് ഇല്ലാതെ അടുപ്പിച്ച് ചെയ്യാൻ പറ്റും. അതുപോലെ തന്നെ ഈ സ്പേസ് ഇല്ലാതിരിക്കാൻ വേണ്ടിയിട്ട് ഇതിൻ്റെ ഇടയിൽ നമുക്ക് ബീഡ്സ് അല്ലെങ്കിൽ ഫ്രഞ്ച് നോട്ട്സ് ഒക്കെ വെച്ച് കൊടുക്കാൻ പറ്റും. ഇവിടെ ഇപ്പോൾ സിമ്പിളായിട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് ഞാൻ കുറച്ച് സ്പേസ് ഒക്കെ ഇട്ടിട്ട് കുറച്ച് ഫ്ലവേഴ്സ് മാത്രമാണ് ചെയ്തിരിക്കുന്നത്. ബുളിയൻ റോസ് ഫ്ലവേഴ്സ് ചെയ്യാനായിട്ടുള്ള ഡീറ്റെയിൽ ആയിട്ടുള്ള വീഡിയോ ഇതിനു മുമ്പ് അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അത് കാണാത്തവർ കണ്ടു നോക്കിയാൽ ഇത് ചെയ്യാനായിട്ട് വളരെ എളുപ്പമായിരിക്കും. ആ ഒരു വീഡിയോയുടെ ലിങ്ക് താഴെ ഡിസ്ക്രിപ്ഷനിലും പിന്നെ കാർഡിലും കൊടുക്കാം. അതൊന്ന് കണ്ടു നോക്കിയിട്ട് ഈ ഒരു ഡിസൈൻ ചെയ്താൽ വളരെ എളുപ്പമായിരിക്കും. ഞാനിപ്പോൾ ഇവിടെ ഈ ഒരു ഡിസൈൻ കുറച്ച് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട്. ഇവിടെ നമുക്ക് ബുളിയൻ റോസ് എങ്ങനെയാണ് ചെയ്യുന്നതെന്ന് നോക്കാം. ആദ്യം തന്നെ ഒരു ഫ്രഞ്ച് നോട്ടാണ് ചെയ്യുന്നത്. ഈ സെൻറ്ററിൽ ചെയ്യുമ്പോൾ ബുളിയൻ നോട്ട് തന്നെ ചെയ്യാം, അതല്ലെങ്കിൽ ഒരു ഫ്രഞ്ച് നോട്ട് ചെയ്യാം. ബുളിയൻ നോട്ട് ചെയ്യുവാണെങ്കിൽ ഒരു 5 ടൈംസൊക്കെ സൂചിയിൽ നൂല് ചുറ്റിയിട്ടുള്ള ഒരു ബുളിയൻ നോട്ട് ചെയ്യാം, അതല്ലെങ്കിൽ ഫ്രഞ്ച് നോട്ട് ചെയ്യാം. ഇവിടെ ഇപ്പോൾ ഞാനൊരു ഫ്രഞ്ച് നോട്ടാണ് ചെയ്തത്. അതിനുശേഷം അതിൻ്റെ ഏതെങ്കിലും ഒരു സൈഡിൽ നിന്ന് നമ്മൾ സൂചി താഴെ നിന്ന് എടുക്കണം. പിന്നെ അതിൻ്റെ ഓപ്പോസിറ്റ് സൈഡിൽ നിന്ന് സൂചി കുത്തിയിട്ട് നമ്മൾ ആദ്യം നൂല് എടുത്ത സ്ഥലത്തേക്ക് സൂചി കുത്തിയെടുക്കണം. എന്നിട്ട് ഇതുപോലെ പിടിച്ചിട്ട് നൂല് സൂചിയിൽ ചുറ്റി കൊടുക്കണം. ഇതിപ്പോൾ ഒരു 10 ടൈംസാണ് ചുറ്റി കൊടുക്കുന്നത്. ഇതുപോലെ തന്നെ 10 ടൈംസ് ചുറ്റിയിട്ടുള്ള 2 ബുളിയൻ നോട്ട്സാണ് ഈ ഫ്രഞ്ച് നോട്ടിൻ്റെ 2 സൈഡിലും ചെയ്ത് കൊടുക്കേണ്ടത്. ഇവിടെ ഈ ഒരു ബുളിയൻ നോട്ട് ലൂസായി പോയിട്ടുണ്ടെങ്കിൽ നമുക്കിതുപോലെ ഒന്ന് ടൈറ്റാക്കി കൊടുക്കാം. അതിനുശേഷം സൂചി താഴേക്ക് കുത്തി കൊടുക്കാം. ഇപ്പോൾ ഒരു സൈഡിൽ ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട്. അതേപോലെ തന്നെ അതിൻ്റെ ഓപ്പോസിറ്റ് സൈഡിലും ഒരു ബുളിയൻ നോട്ടും കൂടെ ചെയ്യണം. അതും നമ്മൾ സൂചിയിൽ നൂല് 10 ടൈംസാണ് ചുറ്റി കൊടുക്കേണ്ടത്. ഇവിടെ ഇപ്പോൾ ആദ്യത്തെ 2 ബുളിയൻ നോട്ട് ചെയ്ത് കഴിഞ്ഞു. ഇനി അടുത്ത ഒരു പെറ്റൽ ചെയ്യുമ്പോൾ ഈ ഒരു ബുളിയൻ നോട്ടിൽ നിന്ന് കുറച്ചൊരു സ്പേസ് വിട്ടിട്ടാണ് അടുത്ത ഒരു ബുളിയൻ നോട്ട് ചെയ്യേണ്ടത്. അതായത് ഈ ഫ്ലവറിൻ്റെ ആദ്യത്തെ പെറ്റൽ ചെയ്യേണ്ടത് കുറച്ചൊരു സ്പേസ് വിട്ടിട്ടാണ്. ആ ഒരു സ്പേസിൽ നമ്മൾ അവസാനത്തെ പെറ്റൽ ചെയ്യുമ്പോൾ അത് സ്റ്റിച്ച് ചെയ്യാനുള്ള ആ ഒരു സ്പേസാണ് അവിടുന്ന് വിടുന്നത്. ഇപ്പോൾ ആദ്യം ചെയ്ത പോലെ തന്നെ ബുളിയൻ നോട്ടാണ് ഇവിടെ ചെയ്യേണ്ടത്. ഇവിടെ സൂചിയിൽ നൂല് ചുറ്റുന്നത് 15 ടൈംസാണ് ചുറ്റി കൊടുക്കേണ്ടത്. ഇനി വരുന്ന എല്ലാ ബുളിയൻ നോട്ട്സും, അതായത് ഈ ഒരു ഫ്ലവറിൻ്റെ എല്ലാ പെറ്റൽസും നമ്മൾ ചെയ്യുന്നത് 15 ടൈംസ് നൂല് സൂചിയിൽ ചുറ്റിയിട്ടുള്ള ബുളിയൻ നോട്ട്സാണ്. അടുത്തൊരു ബുളിയൻ നോട്ട് ചെയ്യുമ്പോൾ ഇപ്പോൾ ചെയ്ത ബുളിയൻ നോട്ടിനോട് ചേർന്നിട്ടാണ് അടുത്തത് ചെയ്യേണ്ടത്. ഇപ്പോൾ ചെയ്തതിൻ്റെ ഏകദേശം ഒരു മിഡിൽ ആയിട്ടാണ് അടുത്തത് സ്റ്റാർട്ട് ചെയ്യേണ്ടത്. ഈ ഒരു രീതിയിൽ, അതായത് നമ്മൾ സൂചിയിൽ നൂല് ഒരു 15 ടൈംസ് ചുറ്റി ഈ ഒരു ബുളിയൻ നോട്ടിൻ്റെ മിഡിൽ നിന്ന് അടുത്ത ഒരു പെറ്റൽ സ്റ്റാർട്ട് ചെയ്യുന്നത് പോലെ ചെയ്യുവാണെങ്കിൽ ഏകദേശം ഒരു 6 പെറ്റൽസൊക്കെയാണ് ഒരു ഫ്ലവറിന് വരുന്നത്. 6 അല്ലെങ്കിൽ 7, അതല്ലെങ്കിൽ നമ്മൾ കുറച്ചും കൂടെ അടുപ്പിച്ച് പെറ്റൽസ് ചെയ്യുവാണെങ്കിൽ അതിനേക്കാളും കൂടുതൽ കിട്ടും. അതുപോലെ തന്നെ ഈ മിഡിലിൽ തുടങ്ങുന്നതിന് പകരം കുറച്ചും കൂടെ കഴിഞ്ഞിട്ട്, അതായത് ഒരു പെറ്റൽ തീരുന്നിടത്തു നിന്നാണ് അടുത്തത് തുടങ്ങുന്നതെങ്കിൽ കുറച്ചും കൂടെ കുറച്ച് പെറ്റൽസ് ആയിരിക്കും ഈ ഒരു ഫ്ലവറിന് കിട്ടുക. അത് നമ്മുടെ ഇഷ്ടം പോലെ നമുക്ക് മാറ്റി ചെയ്യാം. അടുപ്പിച്ച് പെറ്റൽ വേണമെങ്കിൽ സെൻറ്ററിൽ തുടങ്ങുന്നതിന് പകരം കുറച്ചും കൂടെ അടുപ്പിച്ച് തുടങ്ങുക. അതല്ലെങ്കിൽ ഈ ഒരു സെൻറ്ററും കഴിഞ്ഞിട്ട് ഈ ഒരു പെറ്റൽ തീരുന്നിടത്തുനിന്ന് അടുത്തൊരു പെറ്റൽ തുടങ്ങിയാൽ കുറച്ചും കൂടി കുറവ് കിട്ടും.
ഈ ഒരു സെയിം രീതിയിലാണ് നമ്മൾ എല്ലാ പെറ്റൽസും ചെയ്തെടുക്കേണ്ടത്. അവസാനത്തെ ഒരു പെറ്റൽ വരുമ്പോൾ മാത്രം നമ്മൾ ആദ്യം ചെയ്ത ആ ഒരു ബുളിയൻ നോട്ടിൻ്റെ ഉള്ളിലേക്കാണ് അവസാനത്തെ ആ ഒരു ബുളിയൻ നോട്ട് കൊണ്ട് സ്റ്റിച്ച് ചെയ്തിട്ട് നമ്മൾ നീഡിൽ താഴേക്ക് കൊണ്ടുപോകേണ്ടത്. ഇപ്പോൾ ഇവിടെ ഇത് അവസാനത്തെ പെറ്റലാണ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ ആദ്യത്തെ ഒരു ബുളിയൻ നോട്ട് ചെയ്തപ്പോൾ നമ്മൾ ആ ഒരു കുറച്ച് സ്പേസ് വിട്ടിട്ടുണ്ടായിരുന്നില്ലേ, ആ ഒരു സ്പേസിൽ നിന്നാണ് ഇപ്പോൾ ഈ സൂചി കുത്തിയെടുക്കുന്നത്. എന്നിട്ട് ഈ ഒരു ബുളിയൻ നോട്ട് ചെയ്തിട്ട് ആ സൂചി നമ്മൾ താഴേക്ക് കൊണ്ടുപോകേണ്ടത് ആ ഒരു സ്പേസിലാണ്. ഇവിടെ ഇപ്പോൾ 15 ടൈംസ് ചുറ്റി നമ്മൾ സൂചി മുകളിലേക്ക് എടുക്കണം. അതിനുശേഷം ഈ ഒരു ബുളിയൻ നോട്ട് എൻഡ് ചെയ്യുന്നത് നമ്മൾ ആദ്യം ചെയ്ത ആ ഒരു ബുളിയൻ നോട്ടിൻ്റെ ഉള്ളിലേക്കാണ്. ഇവിടെ ആ ഒരു സ്പേസ് വിട്ട ആ ഒരു സ്പേസിലേക്ക് നമ്മൾ സൂചി താഴേക്ക് കൊണ്ടുപോകണം. ഈ ഒരു ഫ്ലവർ ഇപ്പോൾ കംപ്ലീറ്റ് ആയിട്ടുണ്ട്. ഇനി ചെയ്യാൻ പോകുന്നത് ലേസി ഡേസി സ്റ്റിച്ചാണ്. ഓരോ സെറ്റിലും 3 സ്റ്റിച്ച് വെച്ചാണ് ചെയ്യുന്നത്. ഈ 3 ലേസി ഡേസി സ്റ്റിച്ച് ചെയ്യുന്നതിൽ സെൻറ്ററിൽ ചെയ്യുന്നത് കുറച്ച് നീളം കൂടിയിട്ട് പിന്നെ അപ്പുറത്തും ഇപ്പുറത്തും 2 ചെറുതുമാണ് ചെയ്യുന്നത്. ഇവിടെ സെൻറ്ററിലാണ് ആദ്യം ചെയ്യുന്നത്. അതിന് ശേഷം അതിനേക്കാളും കുറച്ച് ചെറുതായിട്ട് അതിൻ്റെ 2 സൈഡിലും ഓരോ ലേസി ഡേസി സ്റ്റിച്ചും കൂടെ ചെയ്യും. അങ്ങനത്തെ 3 സെറ്റാണ് ഒരു ഫ്ലവറിന് ചുറ്റും ചെയ്യുന്നത്. ഇന്നത്തെ ഒരു വീഡിയോയിൽ ഈ ബുളിയൻ റോസ് ഫ്ലവർ ചെയ്യുന്നതിൽ എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ഇതിനു മുമ്പ് ചെയ്തിട്ടുള്ള ബുളിയൻ റോസിൻ്റെ ട്യൂട്ടോറിയൽ പോയി കണ്ടു നോക്കണം. അതിൽ ഡീറ്റെയിൽ ആയിട്ട് എക്സ്പ്ലെയിൻ ചെയ്യുന്നുണ്ട് എങ്ങനെയാണ് ഫ്ലവർ ചെയ്യേണ്ടതെന്ന്. അത് കണ്ടു നോക്കിയിട്ട് ഈ ഒരു ഡിസൈൻ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം. എന്നിട്ട് നിങ്ങളുടെ ഫീഡ്ബാക്ക്സ് കമൻറ്റിലൂടെ അറിയിക്കണം. ഈ ഒരു വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. താങ്ക്സ് ഫോർ വാച്ചിങ്.